ഇപ്പോൾ ഷൂട്ടിങ്ങോട് ബന്ധപ്പെട്ടുകൊണ്ട് പലതും സ്വന്തം പഠിക്കുകയായിരുന്നല്ലോ. പല കാര്യങ്ങളും തെറ്റായിട്ട് ചെയ്തിട്ട് പിന്നീട് ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാണല്ലോ. അപ്പം ഒരു മുറിക്കകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളടക്കമുള്ള പലതും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നുള്ളൊരു ഇപ്പം എക്കോ അടക്കമുള്ള പലതും. ഞാൻ എൻ്റെ iPhone 5 ആദ്യത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ മീനുളിയും പറയാൻ ഈ പിയർബക്സ് ഉൾപ്പെടെയുള്ള വീഡിയോസ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ അതൊക്കെ മതി, ആ ക്വാളിറ്റി മതി എന്നുള്ളതാണ്. പിന്നെ മനസ്സിലായത് മുഖമൊക്കെ ആകെ ബ്ലേഡായിട്ടിരിക്കുന്നത്, പിന്നെ എല്ലാം ഓവറായിട്ട് വെളുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ആളുകൾ ഈ മൊബൈൽ മാത്രമേ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളുകൾ വലിയ സ്ക്രീനിലൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പോഴത്തേക്ക് ആളുകൾ ഓരോന്ന് പറയാൻ തുടങ്ങി, ആകെ വെളുത്ത് വെള്ളറിയായിരിക്കുന്നത്. അപ്പം ആദ്യമൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. അതൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കേട്ടോണ്ടിരിക്കും. അപ്പോൾ ആളുകൾ കാഴ്ച വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വിഷ്വലി എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളത് ആദ്യം എനിക്ക് അറിയാൻ മേലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആളുകൾ പറയാൻ തുടങ്ങി ഇന്ന പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ മങ്ങിയായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റുഡിയോയിൽ ഞാൻ തന്നെ ഓരോന്നും. പിന്നെ നമ്മുടെ ഈ കാണുന്ന ആളുകൾ സൗണ്ട് എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ വിളിച്ചിട്ട് ഇന്നത് ചെയ്യണം. ഇപ്പോൾ ലോഗോ ഒക്കെ ഞാൻ ഒത്തിരി മുകളിൽ കയറ്റി വെച്ചിരുന്നത്, അതൊക്കെ ഇച്ചിരി താഴോട്ട് വെക്കണം, ഇതിനൊരു റേഷ്യോ ഉണ്ട് എന്നൊക്കെ. അതൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാണുന്നവർ തന്നെ എന്നെ പഠിപ്പിക്കുന്നത്, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്.